വ്യവസായി അനിൽ അംബാനിയുടെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. യെസ് ബാങ്ക് ലോൺ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇഡി നടപടി. മുംബൈയിലും ഡൽഹിയിലുമായി 35 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുകയാണ്. 3000 കോടി രൂപ വഴിവിട്ട് ലോൺ അനുവദിച്ചതിലും പണം മറ്റു കമ്പനികളിലേക്ക് വകമാറ്റിയെന്നാണ് കേസ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ ചെയ്തു. ശ്രീനാഥ്, ഈ പറഞ്ഞതുപോലെ ബാങ്കിനെ സ്വാധീനിച്ച് 3000 കോടി രൂപ ലോൺ വാങ്ങിയെടുക്കുകയും ഈ പറയുന്ന പോലെ ഷെൽ കമ്പനികൾ അത് നിക്ഷേപിക്കുകയും ചെയ്യുന്ന കേസിലാണ് ഇപ്പോൾ നിർണായകമായ ഒരു പരിശോധന നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ പറയുന്ന അനിൽ അംബാനി ചോദ്യം ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുഹേൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അനിൽ അംബാനിയെ ഫ്രോഡ് അഥവാ വഞ്ചകൻ എന്ന് കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം, അദ്ദേഹത്തെ അങ്ങനെ ഒരു തരംതിരിവ് അദ്ദേഹത്തിന് നൽകിയതിനു ശേഷം ദിവസങ്ങൾക്കകമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ഒരു വ്യാപകമായ റെയ്ഡ് അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും മറ്റും ഉണ്ടാവുന്നത്. അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങൾ മാത്രമല്ല, അദ്ദേഹവുമായി ബന്ധമുണ്ട് എന്ന് സംശയിക്കുന്ന വ്യക്തികളുടെ ഓഫീസുകളിലും ഇപ്പോൾ റെയ്ഡ് നടക്കുന്നുണ്ട്. ദില്ലിയിലും മുംബൈയിലുമായി ഏതാണ്ട് 30-ലധികം കേന്ദ്രങ്ങളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അത്ര തന്നെ കമ്പനികളുടെ ഓഫീസുകളിലും റെയ്ഡ് നടക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്.